ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം അല്ലേ? അതിന് ഞാൻ ഒരു കോളിഫ്ലവർ എടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളം നല്ല പോലെ തന്നെ തിളച്ച് വന്നപ്പോൾ നമ്മളെടുത്ത കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റോളം ഞാനതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളുടെ കോളിഫ്ലവർ അതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ അതൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും 1/4 കപ്പ് കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഞാൻ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയ പച്ചമുളക് 3 എണ്ണം ചെറുതാക്കി അരിഞ്ഞതും 1 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ സോർക്കയും 1/4 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ കട്ടയൊക്കെ ഒട്ടുമില്ലാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മസാല പരട്ടി വെച്ച കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് നമ്മുടെ മാവിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം അത് ഒരു ഭാഗം ആയിട്ടുണ്ട്, ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചായയുടെ കൂടെയൊക്കെ ചൂട്ടോടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ ബാക്കിയുള്ള കോളിഫ്ലവറും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഇതിലാണ് ഞാൻ തീ വെച്ചിട്ടുള്ളത് കേട്ടോ അടുപ്പത്ത്. അതും കോരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കോളിഫ്ലവറും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ ചെറുതാക്കി അരിഞ്ഞതും 1 ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതും ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരിക്കലും നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അത് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കോൺഫ്ലവറൊക്കെ കൂട്ടിയേക്കണോണ്ട് പെട്ടെന്ന് തിക്കായി വരും കേട്ടോ. അപ്പോൾ നല്ല തിക്കായി വന്നപ്പോൾ ഞാൻ നമ്മൾ പൊരിച്ച് വെച്ച കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒനിയനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.